ഫസ്റ്റ് ഓഫ് ഓൾ ഇഞ്ചുറി സ്പോർട്സിലൊരു കോമൺ സൈഡാണ്. അതെ, ഇഞ്ചുറി എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊരു ഇഞ്ചുറി കിട്ടുവാണെങ്കിൽ അത് എന്ത് ഇഞ്ചുറിയാണ്? അക്യൂട്ടാണോ, അതോ നേരത്തെ ഉണ്ടായിരുന്ന ക്രോണിക് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പാണെന്ന് ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. ആക്ച്വലി പ്ലേയേഴ്സിന് ടാലൻ്റ് ഉണ്ട്, അവർക്ക് ആ ഒരു ഫയർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പെർഫോമൻസ് ഒരേ ലെവലിലല്ല. അവർക്ക് നല്ല ഫണ്ടിങ് ഉണ്ട്, പിന്നെ അവിടുത്തെ ഗവൺമെൻറ് നല്ല സപ്പോർട്ടീവാണ്. അവർ നല്ല സ്പോർട്സ് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പല സൊല്യൂഷൻസ് ആണുള്ളത്. കാരണം വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ പൊസിഷൻ ഒന്ന് സ്ലിപ്പായാൽ സ്പ്രെയിനായി. അതിപ്പോൾ മസിൽ വീക്കായി എന്നതുകൊണ്ടല്ല, അതൊരു പൊസിഷനിങ്ങിൻ്റെ പ്രശ്നമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2020 ലോകകപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മത്സരവും ജയിക്കുമ്പോഴും പ്രകടനം മെച്ചപ്പെടുമ്പോഴും നമ്മളെല്ലാം ആവേശം കൊള്ളാറുണ്ട്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മോശം പ്രകടനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പരിതപിക്കാറുണ്ട്, എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിലെ പ്രശ്നമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരിശോധിക്കാം നമുക്ക്. ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ രശ്മി പ്രിയ. നമസ്കാരം മാം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എന്നും ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഗെയിമാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ക്രിക്കറ്റിൻ്റെ ഒരു 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 വലിയ ആരാധകരുള്ള രാജ്യമാണ്. ഇവിടെ അതൊരു മതമാണ്, അതിന് ദൈവമുണ്ട്, അപ്പോൾ ഉപദേവതകളുണ്ട്. അങ്ങനെ വലിയൊരു ഇതുള്ള ഒരു ഫ്രെയിമിനകത്താണ് നമ്മൾ ക്രിക്കറ്റിനെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനകത്ത് ഒതുങ്ങാത്ത ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഫുട്ബോൾ എന്ന ആ മനോഹര ഗെയിമിന് ഇവിടെ ആരാധകരുണ്ടെങ്കിലും അത്ര കണ്ട് നമുക്ക് അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 1950-കളിലൊക്കെ തന്നെ നമ്മൾ ലോക നിലവാരത്തിലേക്ക് വന്നുവെങ്കിലും പിന്നീട് ലോകത്തെ മറ്റ് രാജ്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. നമുക്ക് അത്ര വേഗത്തിൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ കായിക താരങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സ്കില്ലാണെങ്കിലും അവരുടെ സ്പീഡാണെങ്കിലും എൻഡുറൻസ് ആണെങ്കിലും നമ്മൾ പിന്നിലേക്ക് ആണ് നിൽക്കുന്നത്. എന്താണ് മാമിന് തോന്നിയിട്ടുള്ളത്? ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്തൊക്കെയാണെന്നാണ്? ശരിക്കും പറഞ്ഞാൽ റീസൺസ് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അങ്ങനെയല്ല. നമ്മൾ ഒരു കൂട്ടം റീസൺസ് ഉണ്ട്. അതെ, ഒരു കൂട്ടം റീസൺസ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബേസിക് ഗ്രാസ് റൂട്ട് പ്രോഗ്രാമിൽ നിന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ മാറണം. അതെ, ഇപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കൂളിലും സ്പോർട്സ് നല്ല ആക്റ്റീവായിട്ടിരിക്കണം. അതിനുള്ള അവയർനെസ് കൊടുക്കണം. എല്ലാ സ്കൂളിലും അവരുടേതായിട്ടുള്ള ഒരു സ്പോർട്സ് ടീമിനെ ഡെവലപ്പ് ചെയ്യണം. അവർ സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ ഇപ്പം ഒരു ഡിസ്ട്രിക്റ്റിൽ അവർക്കൊരു ടീം ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ട കോച്ച് എന്ന് പറയുമ്പം ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചായിരിക്കണം. ഇപ്പം സ്കൂളിലാണെങ്കിലും ഇപ്പം ഇഞ്ചുറീസ് അത് കോമൺ ആണ്. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഇപ്പം കാരണം ഈ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം കുഞ്ഞു പിള്ളേരാണ്, അവർക്കറിയില്ല. അവർ സ്കൂളിലത്തെ ആ ഒരു ലെവൽ വെച്ച് കളിച്ച് സപ്പോസ് ഒരു ഇഞ്ചുറി ഉണ്ടായി, അത് പ്രോപ്പറായിട്ട് റീഹാബ് ചെയ്ത് അത് ബാക്ക് ടു നോർമലിലോട്ട് വന്നില്ലെങ്കിൽ അവർ നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ലീഗ്സിൽ കളിക്കുമ്പോഴോ അത് ഇഞ്ചുറി കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവുകയും റെക്കറൻറ്റ് ഇഞ്ചുറി ഉണ്ടാവുകയും അങ്ങനെയുള്ള അത് തന്നെ പെർഫോമൻസിനെ ബാധിക്കാനൊക്കെ പല കാരണങ്ങളാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായി ക്ലിയർ ചെയ്ത് പോവാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നീ ഇഞ്ചുറി സംഭവിക്കുന്നു, മുട്ടിന് പരിക്കേൽക്കുന്നു, മുട്ടിടിച്ച് വീണിട്ടാണെങ്കിലും അതല്ല എങ്കിൽ എതിർ വശത്തെ ടീമുമായി ഏതെങ്കിലും ഒരു താരവുമായി കൂട്ടിയിടിച്ചാണെങ്കിലും നീക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നു. പലതരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നേരെ ഡോക്ടറെ കാണുന്നു. അപ്പോൾ നീരുണ്ടെങ്കിൽ ഐസ് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഐസ് അപ്ലൈ ചെയ്യുന്നു, പെയിൻ കില്ലർ കഴിക്കുന്നു, അല്ലെങ്കിൽ പെയിൻ ബാം പുരട്ടുന്നു, വേദന മാറുന്നത് വരെ പുറത്തിരിക്കുന്നു, അതിനുശേഷം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. ഇതാണ് ഒരു പ്രോസസ്സ്. ആക്ച്വലി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇഞ്ചുറി സ്പോർട്സിലൊരു കോമൺ സൈഡാണ്. ഇഞ്ചുറി എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊരു ഇഞ്ചുറി കിട്ടുവാണെങ്കിൽ അത് എന്ത് ഇഞ്ചുറിയാണ്? അക്യൂട്ടാണോ, അതോ നേരത്തെ ഉണ്ടായിരുന്ന ക്രോണിക് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പാണെന്ന് ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പം സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണും. അപ്പം അവർ തരുന്ന മെഡിസിൻസ് അതൊരു പെയിൻ കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കും, ഒരു തൽക്കാല ശമനം ഉണ്ടാവും. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫ്രാക്ചറോ അല്ലെങ്കിൽ സ്പ്രെയിനോ അങ്ങനത്തെ ഒന്നുമല്ല, ജനറലായിട്ട് ഞാൻ പറഞ്ഞു പോകാം. അപ്പം അത് കഴിഞ്ഞാൽ
ഫിസിയോ എന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കയ്യിലാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അവരെ പ്രോപ്പറായിട്ട് റീഹാബ് ചെയ്ത് ഇഞ്ചുറി എന്താണോ അത് കംപ്ലീറ്റ് ക്യൂർ ചെയ്ത് മസിൽസിനെ, സപ്പോർട്ടിങ് മസിൽസിനെ ഒക്കെ സ്ട്രോങ് ആക്കി ബാക്ക് ടു ഗ്രൗണ്ടിലോട്ടാക്കുക എന്നത് ഒരു ഫിസിയോയുടെ റോളാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇഞ്ചുറി? തീർച്ചയായിട്ടും. ഓക്കെ. റെക്കറൻറ്റ് ഇഞ്ചുറീസ് ഉറപ്പാണ്. ഓക്കെ. നമ്മൾ തൽക്കാലത്തേക്കിന് ഒരു പോയി ഒരു പെയിൻ കില്ലർ എടുത്തു, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ബാം അപ്ലൈ ചെയ്തു, അത് അപ്പോഴത്തെ ഒരു ശമനമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ലോഡ് പോവുക ചെയ്യുന്നത്. സോ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ ഇറിറ്റേഷൻസ് ഉണ്ടായി, റിപ്പീറ്റഡ് ഇഞ്ചുറീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെ മേ ബി അടുത്തുള്ള മറ്റ് ജോയിൻസിനെയും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ റീഹാബിലിറ്റേഷൻ, ഫിസിയോ റോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ മാം, ഇപ്പോൾ പണ്ടൊക്കെ, അതായത് ഒരു 10-25 വർഷം മുമ്പൊക്കെ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് അത്ര അങ്ങ് ഡെവലപ്ഡ് ആയിരുന്നില്ല. ഈ താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിലെ ട്രെയിനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചെറിയ പ്രായത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ പിന്നീടുള്ള ലോഡ് താങ്ങാനുള്ള കരുത്തൊക്കെ. അപ്പോൾ ഈ എല്ലായിടത്തും, രാജ്യത്തിൻ്റെ എല്ലായിടത്തും ഇപ്പോഴും ഈ സ്പോർട്സ് മെഡിസിൻ ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ടോ? പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആക്ച്വലി സ്പോർട്സ് മെഡിസിൻ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ പ്രാക്ടീസിങ് ക്വാളിറ്റി അതൊരു മെയിൻ ഫാക്ടറാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പ്ലേയേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ഇപ്പം അവർക്ക് കിട്ടുന്ന ഒരു ആക്സസിബിലിറ്റി, ഇപ്പം അതിന് തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ആവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയർ ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലേക്കാണ്, അപ്പം അതൊക്കെ സ്ഥിരം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. അപ്പം അവർ ഫിനാൻഷ്യലി കുറച്ച് ബാക്കാണ്, നല്ലൊരു ഇഞ്ചുറി ഉണ്ടായി, പ്രോപ്പറായിട്ട് മിനിമം 6 months റീഹാബ് മസ്റ്റാണ്. പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, പോയി ഒരു ഡോക്ടറിനെ കണ്ടു, മെഡിസിൻ കഴിച്ചു, എക്സ്റേ എടുത്തു, മെഡിസിൻ കഴിച്ചു, ഒരു 1 week അല്ലെങ്കിൽ 10 days റെസ്റ്റ് എടുത്തു, പിന്നെയും തിരിച്ചു വന്നു. പക്ഷെങ്കിൽ ഒരു സെലക്ഷൻ മാച്ചിൽ പുള്ളിക്കാരി ഔട്ടാവേണ്ടി വന്നു. ബിക്കോസ് ഇത് വീണ്ടും വന്നു ഓൺ ദ ഗ്രൗണ്ട്, പിന്നെയും പ്രശ്നമായി. ഷോൾഡർ ഇഞ്ചുറി ആയിരുന്നു, ഡിസ്ലൊക്കേഷനായി. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല മാം, ഇപ്പോൾ ഈ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ സീനിയർ ഫിസിയോ ആയിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീമിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് പെർഫോമൻസും, അതുപോലെ തന്നെ അവരുടെ അതും സ്കില്ലും, ഞാൻ പറയുന്നത് സ്കില്ലും അതുപോലെ തന്നെ സ്പീഡും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ വനിതാ ഫുട്ബോൾ ടീം? ആക്ച്വലി പ്ലേയേഴ്സിന് ടാലൻ്റ് ഉണ്ട്, അവർക്ക് ആ ഒരു ഫയർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പെർഫോമൻസ് ഒരേ ലെവലിലല്ല. ഇപ്പം ഒരു ലീഗിൽ ഞാൻ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാഷണൽ ടീമിൽ വരുമ്പോൾ അവർ ഡൗൺ ആവാറുണ്ട്. അതിൻ്റെ പല കാരണങ്ങളാവാം. ഒന്ന് സൈക്കോളജിക്കലാവാം, ഒന്ന് ഫിറ്റ്നസ് ആവാം, ഒന്ന് ന്യൂട്രീഷണൽ ഫാക്ടർ ആവാം, ഒന്ന് ഈ പറഞ്ഞ ഇഞ്ചുറി ആവാം. കാരണം എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഫിക്സഡ് ടീം, ഒരു ഫുൾ ടൈം ക്യാമ്പ് അതിപ്പം ഇല്ല. നമ്മുടെ മെയിൻ കോമ്പറ്റീഷൻസ് നടക്കുമ്പോൾ ഈ അവിടുന്ന് ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് ഒരു 1 month അല്ലെങ്കിൽ 1.5 months മാക്സിമം ക്യാമ്പിലുണ്ട്. അപ്പം മറ്റ് ക്ലബിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റീഹാബ് ആയോ, പ്രോപ്പറായിട്ട് ക്യൂർ ആയോ ഒന്നും അറിയില്ല. അവർ വന്ന് ക്യാമ്പിൽ കയറും, നാഷണൽ ടീം ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പിൽ കയറും, സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം. അത് അവരുടെ പെർഫോമൻസിനെ കുറയ്ക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഈ മണി ഈസ് ഒരു മെയിൻ ഫാക്ടറാണ് അല്ലേ? പണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ക്രിക്കറ്റ് എന്തുകൊണ്ട് ഇത്രയും പ്ലേയേഴ്സിന് പ്രാധാന്യം കിട്ടുന്നു, അവരെത്രത്തോളം പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു, ആ മണി, അതിലേക്ക് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് മണി പമ്പ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലാണ്. പക്ഷേ ഫുട്ബോളിലേക്കും പണം വരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതൊരു വലിയ ഫാക്ടറാണ്. അതൊരു വലിയ ഫാക്ടറാണ്. കാരണം സ്പോൺസർഷിപ്പ്, ഫണ്ടിങ് ഒരു വലിയ ഫാക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ ഇപ്പം IPL ഒക്കെ നടക്കുന്നു, ഈ ബ്രോഡ്കാസ്റ്റിംഗ്, ലൈവ് സ്ട്രീമിംഗ്, അതുപോലെ അവരുടെ മീഡിയ കവറേജ്, ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. പക്ഷെങ്കിൽ വുമൻസ് മെൻസിൻ്റെ പിന്നെയും കിട്ടുന്നുണ്ട്. വുമൻസ് ഫുട്ബോൾ ടീം മാച്ച് നടക്കാം, വുമൻസ് ഫുട്ബോൾ ടീമിൻ്റെ ഒരു നല്ലൊരു മാച്ച് നടക്കാം, ലൈവ് സ്ട്രീമിങ്ങിൽ എല്ലാം കാണാറുണ്ടോ? ഇല്ല. TV-യിൽ വളരെ കുറവാണ്. സിമ്പിൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഒരിക്കൽ 2 വർഷം മുമ്പ് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന പാസഞ്ചർ ചോദിച്ചു, എന്താ വർക്ക് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ത്യൻ ടീമിലാണ്, ഫിസിയോ ആണ്, വുമൻസ് ടീമാണ്. ഇന്ത്യൻ ടീം വുമൻസ് ഫുട്ബോൾ ടീമുണ്ടോ? ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പം ആ ഒരു പോപ്പുലാരിറ്റി തന്നെ കുറച്ച് കുറഞ്ഞു എന്ന് ഐ ഫെൽ സോ ബാഡ്. നമ്മൾ ഇപ്പോൾ ഞാൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ നിന്നും പൊതുവിലുള്ള ഒരു സ്പോർട്സ് കൾച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ,
നമുക്ക് സ്പോർട്സിൽ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിലാണെങ്കിലും നമുക്കൊരു കൾച്ചർ വേണം, അതിൻ്റേതായ ഒരു കൾച്ചർ വേണം. അപ്പോൾ സ്പോർട്സിൽ വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കൾച്ചർ വേണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ത്യയിൽ ദൗർഭാഗ്യവശാൽ സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഭാഗമല്ല, അല്ലേ? നമ്മുടെ ഒരു വിനോദത്തിൻ്റെ ഭാഗം മാത്രമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമല്ല സ്പോർട്സ്. അത് ഏറ്റവും വലിയൊരു ഫാക്ടറാണെന്ന് തോന്നുന്നു. അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മാസ് പാർട്ടിസിപ്പേഷൻ വരും. അതുപോലെ തന്നെ അപ്പോൾ വീണ്ടും ആ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട്. നമ്മളറിയാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് മുമ്പേ ചോദിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളാവാം. ഇപ്പം ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിങ്, യെസ്, ഡെഫിനറ്റ്ലി. 2, സ്ഥിരമായിട്ടുള്ള ഒരു കോച്ചിങ് സിസ്റ്റം വേണം, സ്ഥിരമായിട്ടൊരു കോച്ച് വേണം. കാരണം ഈ കോച്ചും പ്ലേയേഴ്സും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഓരോ മാച്ചിനും ഓരോ കോച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന, ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എൻ്റെ പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ആയിരിക്കത്തില്ല, വേറൊരാൾ വന്നിട്ട്. അത് ഇവർക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഈ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു നോട്ടത്തിലൂടെ തന്നെ ഇവർക്ക് മനസ്സിലാവണം കോച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ. അപ്പോൾ അതിലൊക്കെ ഈ പ്ലേയേഴ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. എസ്പെഷ്യലി 15 മിനിറ്റ്സ്, ഫസ്റ്റ് 15 മിനിറ്റ്സ് ഭയങ്കര ക്രൂഷ്യലാണ്. ഗോൾ അടിച്ചില്ലയോ അവർക്ക് പ്രഷറാവും. എങ്ങാനും മറ്റേ ടീം ഗോൾ അടിച്ചാൽ പിന്നെ പറയണ്ട. അതെ, അതൊരു വലിയ ഒരു ഫാക്ടറാണ്. എന്തായാലും നമുക്ക് ജയിക്കുക എന്നുള്ളൊരു ശീലമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു തലമുറ വരേണ്ടതും അത്യാവശ്യമാണ്. അതൊക്കെ തന്നെ ഒരു ക്രൂഷ്യൽ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ, കൊച്ചുകുട്ടികൾ ഇപ്പോഴും മൊബൈലിൻ്റെ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുതിർന്നവരൊക്കെ ഇപ്പോൾ എന്താണ് ഷുഗറും കൊളസ്ട്രോളൊക്കെ വരുമ്പോൾ ജിമ്മിലേക്ക് പോകുന്നുണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടി, ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, എനിക്കുണ്ട അനുഭവം പറയാം. പത്രത്തിൽ കണ്ട പരസ്യം കണ്ട് ഞാൻ വിളിക്കുമ്പോൾ എന്താണ്, സ്പോർട്സ് ട്രെയിനർ കോഴ്സാണ്, സ്പോർട്സ് ട്രെയിനറിനുള്ള സർട്ടിഫിക്കറ്റ് തരുന്ന കോഴ്സാണ്. 54 ദിവസം കൊണ്ട് നമുക്കൊരു ട്രെയിനറാവാം. അപ്പോൾ ഞാൻ ചോദിച്ചു 54 ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ 4 മണിക്കൂർ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, അവരോട് ഞാൻ ചോദിച്ചു, നാഷണൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ NIS-ൽ കോച്ചാകാൻ എത്തുന്നവരെ 1 വർഷമാണ് പഠിപ്പിക്കുന്നത്, അതുപോലും പര്യാപ്തമല്ല എന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്നോടാണ് പറയുന്നത് 54 ദിവസം കൊണ്ട് ഒരാളെ പരിശീലകനാക്കാം. അല്ല, ഇത് പ്രായമായവരെയാണ് ഞാൻ പറഞ്ഞു, പ്രായമായവരെ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവരുടെ ശരീരമൊക്കെ പരിക്ക് പറ്റാൻ കൂടുതൽ സാധ്യതയുള്ളതല്ലേ. പിന്നെ അവസാനം അവർ ഫോൺ വെച്ചിട്ട് പോയി, പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുക്കാതെ. അപ്പോൾ ഇതാണ്, എല്ലായിടത്തും ഇപ്പോൾ ജിമ്മുണ്ട്, എല്ലായിടത്തും ഇപ്പോൾ ടർഫുണ്ട്. പക്ഷേ പരിശീലിപ്പിക്കുന്നവർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയൊക്കെ പോകുമ്പോൾ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലല്ലേ? സാധ്യത കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ അവിടെ പോയി പ്രോപ്പറായിട്ട് സർട്ടിഫൈഡ് അല്ലാത്ത ഒരു ട്രെയിനർ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്താൽ പോലും ഈ വെയിറ്റ് എടുക്കുന്ന രീതി പോലും, നമ്മളുടെ ഹാൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ബാക്ക് മസിൽ, ബാക്ക് പോസ്ചേഴ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ തോന്നിയ പോലെ ഒരു ഡംബലെടുത്തു, വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്തു, അതൊക്കെ വലിയ വലിയ ഇഞ്ചുറിയിലോട്ടാണ് പോകുന്നത്, നമ്മളറിയില്ല. ശരിക്കും ഒരു നോളജ്, അവയർനെസ് ഒക്കെ വേണം. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തേക്കും മറ്റ് UAE-ലെ ചില ടീമുകളുമായിട്ടൊക്കെ തന്നെ അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സ്പോർട്സിന് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും കൂടുതൽ പ്രൊഫഷണലായി സമീപിക്കുകയും ചെയ്യുന്ന ആളാണ്. മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ എങ്ങനെയാണ്? എത്രത്തോളം പ്രൊഫഷണലായിട്ടുള്ള സമീപനം ആ രാജ്യത്തുണ്ട്? ഇപ്പം നമ്മളിപ്പം UAE-ൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ അൽ നാസർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ക്ലബ്ബാണ്. അവരുമായിട്ട് ഒരു കൊലാബറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെഡിക്കൽ പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്കാകാനുള്ള ഡിസ്കഷൻ ഓൾറെഡി ഓണാണ്. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷനിലാണ്. ഫിസിയോ അക്കാഡമി ഉണ്ട് ഇപ്പോൾ, അല്ലേ? അതെ, നമുക്കൊരു ഫിസിയോ അക്കാഡമി ഉണ്ട്. അതിൻ്റെ ബേസിക്കലി നമ്മളുടെ ആ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ തന്നെ ഈ ഫിസിയോസിൻ്റെ കുറച്ച് ക്വാളിറ്റി കൂട്ടുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ സർട്ടിഫൈഡ് കോഴ്സസ് കൊടുത്ത് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്സ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് ഫിസിയോ അക്കാഡമി നമ്മളിപ്പോൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഫസ്റ്റ് ഈ അൽ നാസർ ക്ലബ്ബുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ഈ മാസം 28-ന് ക്ലാസ് അവിടെ അനൗൺസ് ചെയ്തേക്കാം. അൽ നാസർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ചരിത്രമുള്ള, നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ്. അതെ ക്ലബ്ബാണ്. അപ്പം ഞാൻ അവിടെ ക്ലബ്ബ് ഫസ്റ്റ് ടൈം വിസിറ്റ് പോയിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ കാണുന്ന ആ ഒരു ഇതേ അല്ല, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കര സൂപ്പർ ഹൈ ആണ്. അവർക്ക് നല്ല ഫണ്ടിങ് ഉണ്ട്. നല്ല ഫണ്ടിങ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഗവൺമെൻറ് നല്ല സപ്പോർട്ടീവാണ്.
അവർ നല്ല എന്താ സ്പോർട്സ് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ്. ഞാൻ പോയപ്പോൾ കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല, അവർ ഈ ക്ലബിലാണ്, അവർക്ക് അവിടെ അക്കാഡമി ഉണ്ട്. കുഞ്ഞ് ഇപ്പോൾ എൻ്റെ മോളാണെങ്കിൽ തന്നെ വീട്ടിൽ ഫുൾ ടൈം മൊബൈലാണ്, അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ കൂടെയാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ആ പ്രായത്തിലുള്ള പിള്ളേർ വരെ കളിക്കലാണ്. അതെ, അവരുടെ ഒരു കൾച്ചർ മാറ്റമാണ്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ അൽ നാസർ അക്കാഡമിയിൽ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പം ഈ ഫിസിയോതെറാപ്പിസ്റ്റുകളെ കൂടുതൽ പ്രൊഫഷണലുകളാക്കുക, കൂടുതൽ ക്വാളിറ്റി ഉള്ളവരാക്കുക, ഇതാണ് ലക്ഷ്യം. അതെ. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിൽ നമുക്ക് ഫിസിയോ അക്കാഡമി ഉണ്ട്, അത് ഓൾറെഡി റണ്ണിങ് ആണ്. ഇവിടെ തന്നെ ഇപ്പം ഒരു മോർ ദാൻ 30 കോളേജസിൽ നമ്മൾ ക്ലാസ് കൊടുത്തിരുന്നു. കോളേജസിൽ? നമ്മളുടെ ആക്ച്വലി ഫിസിയോ അക്കാഡമിയിൽ ഈ ഫിസിയോ റിലേറ്റഡ് ഈ സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ ബേസിക്കലി നമ്മൾ ഓൺ ഫീൽഡ് മാനേജ്മെൻറ്റ്, കുറച്ച് ടേപ്സും കാര്യങ്ങൾ, കൈനസിയോളജി ടേപ്പ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ പഠിക്കണം, ചുമ്മാ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു സർട്ടിഫൈഡ് കോഴ്സാണ്, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അല്ല, ഇപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നമ്മുടെ കായിക താരങ്ങൾക്ക് പരിക്ക് പറ്റി എന്ത് ചെയ്യണം എന്നറിഞ്ഞാൽ എനിക്ക് മാമിനെ വിളിക്കാമോ? തീർച്ചയായിട്ടും. കേരളത്തിൽ എവിടെയാണെങ്കിലും വിളിക്കാം. പക്ഷേ ഞാൻ കേരളത്തിലല്ല, ഞാൻ ദുബായിലായിരിക്കും. വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും. ആ ഒരു വിഷയത്തിൽ ഏത് തരത്തിലാണ് ആ താരത്തിന് പരിഹാരം വേണ്ടത് എന്ന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്പോർട്സ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് എന്നാണ്, നമുക്ക് എവിടെയാണോ പരിഹാരം എന്നത് കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഡോക്ടർ രശ്മി പ്രിയ ആ ഒരു വിഷയത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ദുബായിലാണുള്ളത്, എങ്കിലും കേരളത്തിലുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഫുട്ബോളേഴ്സ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഇഞ്ചുറി വരാൻ കൂടുതൽ സാധ്യതയുള്ളത്, ഓക്കെ എവിടെ വേണമെങ്കിലും ഇഞ്ചുറി വരാം, കൂട്ടിയിടിയും പരിക്കും ഒക്കെ വീഴ്ചയും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു സാധാരണ കായിക താരത്തിന് മുട്ട്, ഹിപ്പ് ഇവിടെയൊക്കെയാണോ കൂടുതലും, അതായത് ബാക്ക് പെയിൻ, മുട്ട്, ആങ്കിൾ, ഈ സ്ഥലങ്ങളാണ് കൂടുതൽ പരിക്ക് വരാൻ സാധ്യതയുള്ളത് അല്ലേ? അത് കൂടുതൽ അപ്പോൾ അതിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ അറിയണം നമ്മുടെ മസിൽസ് സ്ട്രോങ് ആയിരിക്കണം, പോസ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കണം. ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് റീഹാബ് ചെയ്ത് മാറ്റുക. മരുന്ന് കഴിച്ച് വേദന മാറ്റിയതുകൊണ്ട് മാത്രമേ. സെൽഫ് ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ തന്നെ പല പ്രശ്നങ്ങൾക്കും പല സൊല്യൂഷൻസ് ആണുള്ളത്. ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്ന് ഈ കോഴ്സൊക്കെ ചെയ്ത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതല്ല ഇത്. ശരിക്കും പ്രോപ്പർ റീഹാബ്, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പം ഫിസിയോ ആണെങ്കിൽ ഫിസിയോ ഏതാണോ സ്പെഷ്യാലിറ്റി ആ രീതിയിൽ കറക്റ്റായിട്ട് പ്രൊഫഷണൽസിനെ കാണണം. നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അത്ലറ്റുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഒളിമ്പ്യൻ സുരേഷ് ബാബു, ഒന്ന് യോഹന്നാൻ സാർ, TC യോഹൻ. ഒളിമ്പ്യൻ സുരേഷ് ബാബുവിന് പറ്റിയത് ഒരു ഹീൽ ഇഞ്ചുറിയാണ്, നന്നായിട്ട് ഇടിച്ച് പരിക്കേറ്റതാണ്. അവിടെ രക്തം കട്ട പിടിച്ചു. ആ രക്തം കട്ട പിടിച്ചത് അലിയിച്ച് കളയാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്തു, അത് പഴുത്തു, സെപ്റ്റിക്കായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് ഒരു വലിയ പ്രശ്നം ഉണ്ടായത്. പിന്നീട് ആ ഒരു പരിക്ക് വലിയ വിഷയമായി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നിട്ടുണ്ടാവണം അന്ന് ചെയ്യേണ്ടിയിരുന്നത്? ഒരു ഹീൽ ഇഞ്ചുറി ഉണ്ടായാൽ എന്ത് ചെയ്യണം? അത് ഹീൽ ഇഞ്ചുറി എന്താണ് ഇഞ്ചുറി എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. ഇപ്പോൾ കളിക്കിടയ്ക്കുള്ളതാണോ, സ്പ്രെയിൻ ആണോ, അതോ എന്തെങ്കിലും ഫ്രാക്ചർ ആണോ, അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഹീലിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ ബോൺസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സബ്ലക്സേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതല്ലെങ്കിൽ ഇനി വല്ല ഡിസ്ലൊക്കേഷനോ അങ്ങനെ എന്താണെന്ന് കറക്റ്റ് അറിയണം. അപ്പം പ്രോപ്പർ ഡയഗ്നോസിസ് ആണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ടപാടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതെ. ഓക്കെ. അതുപോലെ തന്നെ നീ ഇഞ്ചുറി, ഒരു ലോങ് ജമ്പറിനെ സംബന്ധിച്ചിടത്തോളം നീ ഇഞ്ചുറി ഒരു കോമൺ ആണ്. അതും പോലെ തന്നെ ബാക്ക് പെയിനും ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ട്രിപ്പിൾ ജമ്പേഴ്സിനൊക്കെ ബാക്ക് പെയിൻ പ്രശ്നമാണ്. അവർക്കൊക്കെ എപ്പോഴും ഹീൽ ഇഞ്ചുറിയും വരാറുണ്ട്. അവരുടെ കോർ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അവിടെ വെയിറ്റ് ട്രെയിനിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് തോന്നുന്നു. ജമ്പിങ് എക്സസൈസിന് അപ്പുറത്തേക്ക് ജമ്പിങ് എക്സസൈസിന് കോറും ലോവർ മസിൽസും ആണ് വേണ്ടത് മെയിനായിട്ട്. ഓക്കെ, ലോവർ ലിംബ് മസിൽസ്. അപ്പോൾ അത് വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ പരിഹരിക്കേണ്ടതാണ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, പോസ്ചറൽ കറക്ഷൻസ്. ഓക്കെ, നമ്മൾ ജമ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ ശരി ആ സ്റ്റാർട്ടിങ് പോസ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന പോസ്ചർ കറക്റ്റ് ആയിരിക്കണം, കോർ മസിൽ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ. പിന്നെ എന്തായാലും ഇപ്പം
സ്പ്രെയിൻ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നതാണ്. കാരണം വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ പൊസിഷൻ ഒന്ന് സ്ലിപ്പായാൽ സ്പ്രെയിനായി. അതിപ്പോൾ മസിൽ വീക്കായി എന്നതുകൊണ്ടല്ല, അതൊരു പൊസിഷനിങ്ങിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ ഫുട്ബോളേഴ്സും പഴയ ഈ നാഷണൽ ഫുട്ബോളേഴ്സിനെ കുറിച്ച് ഇന്റർനാഷണൽ ഫുട്ബോളേഴ്സിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ IM വിജയൻ, CV പാപ്പച്ചൻ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ചോദിക്കാം. ഈ വിദേശ ടീമുകളിൽ പരിശീലനം നടത്തുന്ന സ്ഥലത്തേക്കൊക്കെ തന്നെ അവർക്ക് പലപ്പോഴും പോകാൻ സാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർ നോക്കുമ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്, ഫുട്ബോളേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇഞ്ചുറി, നമ്മൾ ഇപ്പോൾ ഷിൻ പാഡ് വെച്ചിട്ട് കളിക്കാറുണ്ട്, ഓക്കെ, പക്ഷേ ഷിൻ ബോൺ സ്ട്രോങ് ആക്കാൻ വേണ്ടി പോലും അവർ പ്രത്യേക പരിശീലനങ്ങളൊക്കെ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ? അതെ. ഷിൻ പെയിൻ കോമൺ ആണ് നമ്മുടെ സ്പോർട്സിനകത്ത്. നമ്മൾ അതിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ഉണ്ട്. പിന്നെ സപ്പോസ് നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് ഷിൻ ബോൺ പെയിൻ വന്നു, നെക്സ്റ്റ് മാച്ച് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറ്റാം. പിന്നെ സപ്പോർട്ടീവായിട്ട് കനസിയോളജി ടേപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ സ്ട്രെങ്തനിങ് ദാറ്റ് ഈസ് ഫോർ ഫ്യൂ ഡേയ്സ്, നമുക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം ചെയ്യേണ്ടതാണത്. ഈ സ്പോണ്ടിലോസിസ്, അപ്പോൾ ഇത് സാധാരണക്കാരെയും അലട്ടുന്നൊരു വിഷയമാണ്. ഞാൻ കോമൺ ലൈഫിലേക്കും കൂടി വരാം. അപ്പോൾ അതൊരു പോസ്ചറിൻ്റെ പ്രശ്നമാണോ അതോ എന്തായിരിക്കാം? അത് തെറ്റായ രീതിയിൽ വെയിറ്റ് ഉയർത്തിയതിൻ്റെ പ്രശ്നമാണോ? ഓക്കെ, ബാക്കിൻ്റെ ബാക്ക് ആണെങ്കിലും കഴുത്താണെങ്കിലും രണ്ടിനും കോമൺ ആണ് നമ്മുടെ പോസ്ചർ. ഇപ്പം നമ്മുടെ മൊബൈൽ യൂസ് കൂടുതലാണ്. എല്ലാവരും ടൈം കിട്ടിയ ഈ ഒരു ഇരിപ്പാണ്. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ പോസ്ചർ തന്നെ മാറി. സെക്കൻഡ്, അവർക്ക് ഡെയിലി ലൈഫിൽ ഒരു 20 മിനിറ്റ്സ് പോലും എക്സസൈസ് ഇല്ല, ജസ്റ്റ് വെറുതെ ഇരിപ്പാണ്, പോസ്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രഷൻസും ഒക്കെ വരും. അങ്ങനെ തന്നെ പെയിന്, കൈയിലേക്ക് തരിപ്പ്, മസിൽ വീക്ക്നെസ്, നെക്ക് പെയിൻ, ഹെഡ് ഏക്ക്, ഇതൊക്കെയാണ് കഴുത്തിൻ്റെ ഇതിൽ വരുന്നത്. ബാക്കിനാണെങ്കിൽ പോലും ഫോർ എക്സാമ്പിൾ ഇരുന്ന് ജോലി ചെയ്യുന്ന കുറേ ലോങ് ടൈം ആൾക്കാരുണ്ടാവും, IT പ്രൊഫഷൻസൊക്കെ. അവർ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കും, പിന്നെ അങ്ങോട്ട് മാറും. പിന്നെ പതുക്കെ കാലൊക്കെ എടുത്ത് മുകളിൽ വെച്ച് അവരുടെ പോസ്ചർ റോങ് ആവും, ബാക്ക് സപ്പോർട്ട് ഇല്ല. ആ ചെയർ എങ്ങനെയാണ് അത് നോക്കും, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ചെയർ. അപ്പം ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്, റീസൺസ് ആണ്. അത് നമ്മുടെ കോമൺ ലൈഫിൽ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ പോസ്ചർ കറക്റ്റ് ആക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. എക്സസൈസ് ചെയ്ത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം, അല്ലേ? കൊച്ചുകുട്ടിയാവുമ്പോൾ നമ്മൾ ഒരുപാട് ഓടും, അതുപോലെ തന്നെ വലുതാകുമ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് വേണം, സ്ട്രെച്ചിങ്സ് വേണം, അല്ലേ? സ്ട്രെച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രെച്ച് ചെയ്യണം, എല്ലാ മസിൽസും സ്ട്രോങ് ആക്കുക, സ്ട്രെങ്തനിങ് ചെയ്യുക, ഇത് ബേസിക് ആണ്. ഞാൻ ചോദിച്ചോട്ടെ മാഡം, ഇപ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾ 40 കഴിഞ്ഞെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ വെയ്റ്റ്സ് എന്ന് പറയുന്നത്, അത് ശരിയാണോ? 40 കഴിഞ്ഞിട്ട് ഉടനെ പോയിട്ട് വെയ്റ്റ്സ് എടുത്താൽ പണി കിട്ടും. അപ്പോൾ ബെറ്റർ എന്താണ്, നമ്മൾ നേരത്തെ നമുക്കാവുന്ന പ്രായത്തിൽ തന്നെ ഇതൊരു ഡെയിലി റൂട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കൗട്ട് വെക്കുക. വെയ്റ്റ് ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു 40 ഒക്കെ കഴിഞ്ഞാൽ മിക്കവർക്കും BP ആയി, ഷുഗറായി. ഇപ്പം ഷുഗർ വരുന്ന മിക്കവരുടെയും ശരീരം കണ്ടാൽ നമുക്കറിയാം, മസിൽസ് ഒക്കെ ഒന്ന് കുറച്ച് ലൂസായി, കുറച്ചൊന്ന് തടി കുറഞ്ഞ്, അപ്പം അന്നേരമായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത്, ഓ എൻ്റെ വണ്ണം കുറഞ്ഞു, മസിൽസ് ഒക്കെ ലൂസായി, എന്നാൽ ശരി നാളെ ഞാൻ പോയിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാം. പോയിട്ട് ഭയങ്കര വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ആയിരിക്കും, പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകും. തുടങ്ങുന്നത് ഗ്രാജുവലി തുടങ്ങുക. ആദ്യം എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രെച്ചിങ്സ് ഒക്കെ ചെയ്യുക, ജസ്റ്റ് ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യുക, അങ്ങനെ ഗ്രാജുവലി സ്ട്രെങ്തനിങ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ പോവാം. ഒറ്റയടിക്ക് പോയിട്ട് ഹെവി വെയിറ്റ് എടുക്കാതിരിക്കുക. പിന്നെ പോസ്ചർ വെയിറ്റ് എടുക്കുന്നത് കറക്റ്റ് പോസ്ചർ ആവുക. എങ്ങാനും അവർക്ക് എന്തെങ്കിലും ഒരു പെയിനോ എന്തെങ്കിലും ഇപ്പോൾ പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ കൂടെ എപ്പോഴും ഉണ്ടാവണം. അതില്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പെയിൻ വരും. അത് കറക്റ്റായിട്ട് ഒരു സ്പെഷ്യാലിറ്റിനെ കൊണ്ട് കാണിച്ചിട്ട് എന്താണ് പെയിൻ, ഇനി വല്ല സ്പ്രെയിൻ ആണോ അതോ ഇനി എനിക്ക് ഡിസ്കിന് വല്ല പ്രശ്നമുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഡയഗ്നോസ് ചെയ്യുക. അതിൻ്റെ അനുസരിച്ച് ഈ നമ്മുടെ വർക്കൗട്ടിനെ ഒന്ന് ക്രമീകരിക്കുക. എല്ലാ ദിവസവും വെയിറ്റ് എടുക്കേണ്ട കാര്യമില്ല, അല്ലേ? എല്ലാ ദിവസവും വെയിറ്റ് എടുക്കേണ്ട കാര്യമില്ല. അതായത് ഈ പ്രായമായവർ, അതായത് 10, 40, 35 വയസ്സ് കഴിഞ്ഞവരൊക്കെ കണ്ടീഷനിങ് ആണ് അവരുടെ ഉദ്ദേശമെങ്കിൽ എല്ലാ ദിവസവും വേണ്ട. ആഴ്ചയിൽ ഒരു 3 to 4 വീക്സ് മതി. മോർ ദാൻ 3 to 4 ഡേയ്സ് അല്ല, 3 to 4 ഡേയ്സ് മതി. വേറൊന്ന്, ഇപ്പോൾ ഈ ഞാനിപ്പോൾ കേൾക്കുന്ന ഒരു മെഡിക്കൽ ടേമാണ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നീ റീപ്ലേസ്മെൻറ്റ്. ഹൗ ടു ഓവർകം ദാറ്റ്? വാട്ട് ടു ഡു?
നീ റീപ്ലേസ്മെൻറ്റിൻ്റെ ബേസിക് കാരണം ഇപ്പം നമ്മൾ കാണുന്നത് ആർത്രൈറ്റിസ് കോമൺ ആണ്. ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് എല്ലാവരും മുട്ടുവേദന, തേയ്മാനം, അതെ, അവരത് വെച്ചുകൊണ്ടിരിക്കും. അതെ, പ്രോപ്പർ എക്സസൈസ് ഇല്ല, വൈറ്റമിൻ ഡി, കാൽഷ്യം ഇതൊക്കെ കുറഞ്ഞ് ഒരു പരുവമാകുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുന്നത്, ഓർത്തോ. അവിടെ പോകുമ്പോൾ ആദ്യമൊക്കെ കുറേ മെഡിസിനൊക്കെ വെച്ച് നമ്മളത് പിന്നെയും ഡ്രാഗ് ചെയ്യും. അങ്ങേ ഏറ്റവും കഴിയുമ്പോൾ ഡോക്ടർ പറയും വേറെ വഴിയില്ല, ഇനി നടക്കണമെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇത് നമ്മുടെ ഒരു ഡെയിലി റൂട്ടിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഓക്കെ. പിന്നെ കുറച്ച് ഡയറ്റ് നമ്മൾ പറഞ്ഞില്ല, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പണ്ട് നാഷണൽ ക്യാമ്പിൽ പോലും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പൊരിച്ച മീനും ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ തരും, പക്ഷേ ക്യാമ്പിൽ അത് അടുപ്പിക്കാറില്ല. പറ്റില്ല. അത് പണ്ട് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. അതെ അതെ, നമ്മുടെ പ്ലേയേഴ്സിനും പറ്റുന്നതൊക്കെ തന്നെ. അവർ ആ ഒരു 1.5 months നമ്മുടെ ക്യാമ്പിൽ നിൽക്കുമ്പം ഡയറ്റ്, പ്രോപ്പർ മെഡിസിന്, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കിട്ടും. പക്ഷേ അവരത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും ക്ലബിലൊക്കെ പോകുമ്പോഴും ഈ ഒരു കെയർ അവിടെ കിട്ടണമെന്നില്ല. ഓക്കെ. എന്തായാലും നമ്മൾ ഫുട്ബോളിൽ തുടങ്ങി നേരെ ഇങ്ങ് വന്നു. അതെ. എങ്കിലും നമ്മൾ ഫുട്ബോളിലേക്ക് തിരികെ വന്ന് അവസാനിപ്പിക്കാം. ഫുട്ബോൾ ഈസ് വെരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസിലൊന്നാണ് ഫുട്ബോൾ. എനിക്ക് ക്രിക്കറ്റിനേക്കാൾ ഇഷ്ടം ഫുട്ബോൾ തന്നെയാണ്. കാരണം ഇത്രയേറെ ആരാധകരുള്ള മറ്റൊരു ഗെയിം ലോകത്തുണ്ടോ എന്നുള്ള സംശയമാണ്. ഇത്രയും മനോഹരമായ ഗെയിം. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ നല്ല എൻഡ്യൂറൻസ് വേണം. കാരണം ഇത്രയും ടൈമും ആ ഗ്രൗണ്ട് ഫുള്ള് കിടന്ന് ഓടുവാണ് ഇവർ. അതെ. ക്രിക്കറ്റിന് നമുക്ക് അത്രയ്ക്കൊരു എഫേർട്ട് വരുന്നില്ല. അപ്പം ശരിക്കും അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുട്ബോൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണലിസം വരണം, ഒറ്റ വാക്കിൽ പറഞ്ഞു അല്ലേ? അതെ. ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ തന്നെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് മുതൽ അവരെ ട്രെയിൻ ചെയ്യുന്നത് മുതൽ അവരുടെ ട്രീറ്റ്മെൻറ്റ്, റിഹാബ്, എല്ലാം, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. ഓക്കെ. അതിന് വളരെ പ്രാധാന്യമുണ്ട്. സ്പോർട്സ് കൗൺസിലിംഗ്, സൈക്കോളജി കൗൺസിലിംഗ് ഉണ്ട്. കാരണം പല കുട്ടികളും ഇപ്പം നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളെപ്പോഴും ഇപ്പം ഹാപ്പി മൂഡിൽ ഇരിക്കണമെന്നില്ല. പല പല പ്രശ്നങ്ങളുണ്ടാവും. ഫാമിലി ആവാം, അല്ലെങ്കിൽ അവരുടെ സ്കൂളിലത്തെ എന്തെങ്കിലും ആവാം. അതൊക്കെ ഒരു നെഗറ്റീവ് മൂഡിലിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ പറ്റത്തില്ല, മനുഷ്യരാണ്. അപ്പം ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഒരു കുട്ടികൾക്ക് ആ ഒരു എന്താ പറയുക മെൻ്റൽ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഡയറ്റീഷ്യൻസ്, ഡയറ്റീഷ്യൻ വേണം, ചെറിയ പ്രായത്തിൽ തന്നെ വേണം അല്ലേ? ചെറിയ കുട്ടികൾക്ക് ഡയറ്റ് സപ്പോർട്ട് വേണം. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുക കുട്ടികളെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രൊസീജിയർ വേണം അല്ലേ? ഒരു കോച്ചിന് കൃത്യമായി അവരുടെ ആരാണ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആരാണ് ട്രെയിനീസ് എന്ന് വെച്ചാൽ അവരെ കൊടുക്കുക. അതെ, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ സ്ട്രെങ്ത് പോയിന്റ് എന്താണ്, ഇതൊക്കെ ആ കോച്ചിന് മനസ്സിലാവണം. അതിനനുസരിച്ചിട്ട് അവരെ മാറ്റി ചേഞ്ച് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ച് അക്കാഡമീസ്, ഫുട്ബോൾ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ ഹോസ്റ്റൽസ് ഉണ്ട്, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. അതായത് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കാൻ ഫണ്ടില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് അവർക്ക് സർക്കാരിൻ്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് കഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു പരാതി എനിക്ക് കിട്ടി. നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ ഇത്തരത്തിലുള്ള. അതുപോലെ തന്നെ കോച്ചസിന് 2 മാസമായി സാലറി കിട്ടിയിട്ട് എന്നുള്ള സംഭവം വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം വന്നു കഴിഞ്ഞാലും ട്രെയിനിങ്ങിൻ്റെ ഒരു താളം തെറ്റുമെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും ബാധിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറയാൻ വന്നത്, ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫുട്ബോളേഴ്സ് രക്ഷപ്പെടും. കൂടുതൽ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ. പക്ഷേ ആ സെൻറ്റേഴ്സ് നല്ല രീതിയിൽ നടക്കണം, നല്ല ഡയറ്റ് വേണം, ഫണ്ടിങ് വേണം. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഉള്ള കാര്യങ്ങൾ. ISL വന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഗുണമുണ്ടായിട്ടുണ്ട്? നമുക്ക് ISL വന്നതുകൊണ്ട് അതൊരു എന്താ പറഞ്ഞ ഒരു സെലിബ്രിറ്റി ഫാഷൻ ഇവന്റ് പോലെ അത് സൈഡിൽ കിടന്ന് നടന്നു പോകുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ വിമൻസ് ടീമിന് ISL-ഉം IWL-ഉം വിമൻസ് ടീമിൻ്റെയാണ്. പക്ഷേ ഇത് രണ്ടും ഒരേ ലെവലിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും ISL മാത്രമേ കേൾക്കാറുള്ളൂ. IWL ഉണ്ടോ എന്ന് പലർക്കും അറിയത്ത് പോലും ഇല്ല, മീഡിയാസ് പോലും ഇല്ല, TV-യിലില്ല. അപ്പം നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം, മെന്നാണെങ്കിലും വിമൻസ് ടീം ആണെങ്കിലും. എക്സാക്ട്ലി. അതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ രക്ഷപ്പെടുത്താൻ വളരെ വലിയ ശ്രമം തന്നെ വേണ്ടിവരും. പ്രൊഫഷണൽ അപ്രോച്ച് അത് അനിവാര്യമാണ്. അത് ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വിമൻസ് ഫുട്ബോൾ ടീമിനെ പാടെ അവഗണിച്ച മട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ടോക്കിംഗ് പോയിന്റിന് ഈ വിഷയം തിരഞ്ഞെടുത്തത് തന്നെ. എന്താണ് നമുക്ക് നമ്മുടെ ഫുട്ബോളിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്ന്. ഡോക്ടർ രശ്മി പ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക്
വളരെ വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളത് തന്നെയാണ്. അതൊക്കെ അറിയാവുന്നവർ തന്നെയാണ് ഭരണതലപ്പത്തിരിക്കുന്നവർ. പക്ഷേ അവരൊന്നും തന്നെ കൃത്യമായി ഇടപെടുന്നില്ല. ഇടപെടേണ്ട കാര്യം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇരിക്കുന്നത് ആ ജോലി ചെയ്യണം. അതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഇരിക്കുന്നത് സ്പോർട്സ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണെങ്കിൽ ആ ജോലി നിങ്ങൾ ചെയ്യുക. അവർക്ക് കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുക്കുക, അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് കൃത്യമായി കൊടുക്കുക, അവർക്ക് കൊടുക്കേണ്ട കോച്ചിങ് ശാസ്ത്രീയമാണെന്ന് ഉറപ്പുവരുത്തുക, അവർക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന കോച്ചസ് ക്വാളിഫൈഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അത് കോച്ചസിനെ കൊണ്ട് മാത്രമാകില്ല, അവർക്ക് ഫിസിയോ വേണം, ന്യൂട്രീഷനിസ്റ്റ് വേണം, ഡയറ്റ് കൃത്യമായി അവർക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ഒപ്പം തന്നെ മെഡിക്കൽ സപ്പോർട്ട് വേണം. ഇങ്ങനെ മാനസികമായിട്ടുള്ള അവരുടെ അപ്ലിപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, വേണ്ട പണം അവർക്ക് വേണ്ടി ചിലവഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ടീമുകൾ, അത് പുരുഷ ടീമാണെങ്കിലും വനിതാ ടീമാണെങ്കിലും ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് കൂടുതൽ മാച്ച് പ്രാക്ടീസ് നിങ്ങൾ ഒരുക്കുക, ഇൻ്റർനാഷണൽ ടീംസുമായി ഏറ്റുമുട്ടാനുള്ള അവസരം ഒരുക്കുക, ക്വാളിറ്റി മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള അവസരം ഒരുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമും അധികം താമസിയാതെ തന്നെ ലോകകപ്പ് പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ തിളങ്ങാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം സഹകരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.